പ്രിയമുള്ളവരെ, നമ്മുടെ ഇപ്പം ഗൾഫ് നാടുകളിൽ നമുക്കറിയാം കലുഷിതമായിട്ടിരിക്കുകയാണ്. അതെന്നും കലുഷിതമാണ്. അവിടെ ഈ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് ഇറാനുമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. അതെന്ന് അവസാനിക്കുമെന്ന് ആരും പറയുന്നില്ല. പക്ഷേ അതിനൊക്കെ ഒരു റിസൾട്ട് വരാതെ യുദ്ധം തീരുകയില്ല. എന്നാൽ നമ്മുടെ മലയാളികൾ, ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് നാടുകളിലുണ്ടല്ലോ. അവരുടെയൊക്കെയും സാമ്പത്തിക ഭദ്രതകൾ, കടബാധ്യതകൾ ഒക്കെ എന്താണ്, വലിയ സ്വപ്നത്തിൻ്റെ ചെറുകിലേറിയാണ് എല്ലാവരും ഗൾഫ് നാടുകളിലേക്ക് പോയിരിക്കുന്നത്. ലക്ഷക്കണക്കിനായിരിക്കുന്ന നമ്മുടെ പ്രവാസികൾ അവിടെ ആശങ്കയിലാണ്. എന്നാൽ ആ ഗൾഫ് നാടുകളിൽ ഒരു ചെറിയ രാജ്യമായിരിക്കുന്ന ബഹ്റിന് ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ കെടുതി അനുഭവിക്കാൻ ഒരുപക്ഷെ സാധ്യത ബഹ്റിനിലാകാം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം കഴിഞ്ഞ ദിവസം കർത്താവ് എന്നോട് സംസാരിച്ചത് ബഹ്റിനിൽ കണ്ണുനീരൊഴുകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കണം. വെച്ചാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസികളായിരിക്കുന്നവർ കർത്താവിനോട് അപേക്ഷിക്കണം. കർത്താവെ, ആ പ്രശ്നങ്ങളിൽ നിന്ന് ആ ജനങ്ങളെ, ഞങ്ങളുടെ സ്വന്തം ജനത്തെയും ആ ദേശത്തെയും രക്ഷിക്കണം. ഇത് പക്ഷേ മനഃപൂർവ്വമായിരിക്കത്തില്ല. ഏതെങ്കിലും രാജ്യം അബദ്ധത്തിൽ അവിടെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യത ഞാൻ കാണുന്നുണ്ട്. ആകയാൽ ബഹ്റിനിൽ അസാധാരണമായിരിക്കാൻ ചില യുദ്ധക്കെടുതികളുണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ദൈവം വരുത്തും. കാരണം വാഴുന്നത് സ്വർഗമാണല്ലോ. കർത്താവിനാൽ ഇല്ലാത്തൊരു അധികാരവും ഇല്ലാത്തതുകൊണ്ടും അവിടുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സാത്താൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ഉണ്ടാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും വിദേശങ്ങളിൽ കഷ്ടം സഹിച്ച് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെയും പ്രവർത്തിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ അവരുടെയൊക്കെ സുരക്ഷിതത്വം നാട്ടിലിരിക്കുന്ന വിശേഷ കർത്താവിനെ അറിഞ്ഞവരായിരിക്കും നമ്മുടെ പ്രാർത്ഥനയിൽ സുരക്ഷിതമായിരിക്കട്ടെ.